ലോക റേഡിയോ പ്രക്ഷേപണ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു റേഡിയോ ചാനലിൻ്റെ പ്രോഗ്രാം ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നത് ഒരു മലയാളിയാണ്. ഇതിൻ്റെ ചരിത്രവും റെക്കോർഡുകളും പരിശോധിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിലുണ്ടായിരിക്കുകയും എന്നാൽ നമ്മൾ കാണാതെ പോവുകയും ചെയ്യുന്ന നിരവധി കാര്യങ്ങളുണ്ട്. റേഡിയോ ഏഷ്യ എന്ന ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ, അതിൻ്റെ പ്രോഗ്രാം ഡയറക്ടറായ വെട്ടൂർ ജി ശ്രീധരൻ എന്ന വർക്കല വെട്ടൂർ സ്വദേശി കഴിഞ്ഞ 15 വർഷമായി ഒരേ തസ്തികയിൽ കൊണ്ട് പുതിയ ലോക റെക്കോർഡിലേക്ക് പോവുകയാണ്. പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്ന അഥവാ അവഗണിച്ചു കളഞ്ഞ ആ ഒരു സത്യത്തിലേക്ക് ഇനി ഏതാനും നിമിഷങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്തിനോക്കുന്നു വെട്ടൂർ ജി ശ്രീധരനൊപ്പം. 15 വർഷത്തിലധികമായി വെട്ടൂർ ജി ശ്രീധരൻ റേഡിയോ ഏഷ്യ എന്ന പ്രഥമ ഗൾഫ് മലയാളം റേഡിയോയുടെ പ്രോഗ്രാം ഡയറക്ടറായി തുടരുകയാണ്. ഒരു പത്രപ്രവർത്തകനായി നാട്ടിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച വെട്ടൂർ ജി ശ്രീധരൻ മാധ്യമരംഗത്തും അല്ലാതെയും കരുത്തുറ്റ അനുഭവ സമ്പത്തുമായിട്ടാണ് റേഡിയോ ഏഷ്യ എന്ന ഇലക്ട്രോണിക് മാധ്യമത്തിൽ എത്തിയത്. ആകാശവാണിയുടെ പ്രോഗ്രാമുകൾ മാത്രം കേട്ട് ശീലിച്ച് പരിചയമുള്ള 90കളിലെ ഗൾഫ് മലയാളി സമൂഹത്തോട് വെട്ടൂർ ജി ശ്രീധരൻ തൻ്റേതായ പുതിയ ജനകീയ ശൈലിയിൽ സംവദിക്കാൻ ശ്രമിച്ചു. ഗൾഫ് മലയാളി ജനത അത് ഹൃദയത്തിൽ തൊട്ട് സ്വീകരിച്ചപ്പോൾ വെട്ടൂർ ജി ശ്രീധരന് മാത്രമല്ല മേൽവിലാസം വർദ്ധിച്ചത്. ഗൾഫിൽ മലയാളം റേഡിയോ പ്രക്ഷേപണത്തിന് തന്നെ സാധ്യതകൾ വിപുലമാവുകയായിരുന്നു. ഞാൻ തുടങ്ങുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എനിക്ക് ആരെങ്കിലും എന്തിനെങ്കിലും അനുകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എൻ്റെ മുമ്പിലില്ലായിരുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ അനുകരിച്ച ഒരാളാണ്. അപ്പം ഞാൻ സ്വയം ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആ ചിന്തകളിൽ നിന്ന് ഉരുത്തിരിയുന്ന കാര്യങ്ങൾ ഞാൻ ആവിഷ്കരിക്കുകയുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതായത് എനിക്ക് എന്നെ ശ്രോതാക്കളുടെ ധാരാളം കത്തുകളും അവർ എന്നെ കാണുമ്പോൾ എന്നോട് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. റേഡിയോ ഏഷ്യയുടെ പരിപാടികൾ ഞങ്ങൾ കേൾക്കുകയല്ല കാണുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആവിഷ്കാരം. അപ്പോൾ എനിക്കും അത് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും എളുപ്പം അവരുടെ മുമ്പിൽ ഇപ്പം കഥകളി അല്ലെങ്കിൽ നാടകം, ഇത് കഥ കളിച്ച് കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരാണ്, കാണാൻ സാക്ഷിയാകുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടികളും അവരുടെ മുമ്പിൽ ഒരു ദൃശ്യങ്ങളായിട്ട് ദൃശ്യബിംബങ്ങളായിട്ട് ഉണ്ടാക്കി കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നിയത്. UAE അതിർത്തി വിട്ട് റേഡിയോ ഏഷ്യയുടെ ശബ്ദബീജികൾ ഗൾഫിനെ മുഴുവൻ സന്തോഷിപ്പിച്ചു. ലോക റേഡിയോ ചരിത്രത്തിൽ പ്രത്യേകിച്ച് ഗൾഫിൻ്റെ ചുറ്റുവട്ടത്ത് പോലും എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടും ആരെല്ലാം വന്നു പോയിട്ടും അരനൂറ്റാണ്ടിലധികം വരുന്ന ആ പരിചയ സമ്പത്ത് UAE ഗവൺമെൻറ്റിൻ്റെ തന്നെ പ്രത്യേക അനുമതിയോടെ ഡോൾഫിൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയ്ക്ക് കീഴിലെ റേഡിയോ ഏഷ്യ 1269 AM ദീർഘകാല റെക്കോർഡുകളുമായി തുടരുകയാണ്. സാധാരണ 3, 4, 5 വർഷങ്ങൾ കഴിയുമ്പോൾ റേഡിയോ, ടെലിവിഷൻ മാധ്യമങ്ങളിലെ തലപ്പത്തിരിക്കുന്ന പ്രതിഭകൾ മാറാറുണ്ട്, അഥവാ കഥ കഴിഞ്ഞു എന്ന് കരുതി മാറ്റാറുണ്ട്. ഒന്നുമല്ലെങ്കിൽ സ്ഥാനപ്പേരെങ്കിലും മാറ്റി മറ്റെവിടെയെങ്കിലും പ്രതിഷ്ഠിക്കപ്പെടാറുമുണ്ട്. ഈ പട്ടികയിലൊന്നും പെടാതെ വെട്ടൂർ ജി ശ്രീധരൻ ഏറ്റവും കൂടുതൽ കാലം റേഡിയോ പ്രോഗ്രാം ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചുകൊണ്ട് ലോക റെക്കോർഡിലേക്ക് കുതിക്കുകയാണ്. നമ്മുടെ മനസ്സ് നമ്മോട് ആവശ്യപ്പെടുന്ന എല്ലാ ഘടകങ്ങളെയും ഒരുമിച്ച് ചേർത്ത് അതിൻ്റെ അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് അതിന് ആ ഒരു കലാഭംഗിയും അതിന് നിലനിൽപ്പും ഉണ്ടാകുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം റേഡിയോയിൽ ഞാൻ പാട്ടിന് സംഗീതത്തിന് മാത്രമായിട്ട് ഒരു അവസരം കൊടുത്തിട്ടില്ല, ഒരിക്കൽ പോലും വാർത്തകൾക്ക് മാത്രമായിട്ടൊരു അവസരം കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ സാഹിത്യപരമായിട്ടുള്ള മറ്റു ഓരോ സൃഷ്ടികളെ എടുത്തിരുന്നാലും ഒന്നിനും മാത്രമായിട്ടില്ല. എല്ലാം കൂടെ ചേർന്നും കൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ട് ഒരാൾ ഇപ്പോൾ ഇന്നിപ്പോൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് വരുന്ന ചിലപ്പോൾ നാടകമായിരിക്കും, തൊട്ടപ്പുറത്ത് വരുന്ന മറ്റൊന്നെങ്കിൽ ചിത്രീകരണങ്ങളായിരിക്കും. ഇതിന് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട്. അങ്ങനെ സ്വോദ്ദേശപരമായിട്ടുള്ള കലാമൂല്യമുള്ള കലാരൂപങ്ങളെയാണ് ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആളുകൾക്ക് വളരെ ഇഷ്ടം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷം എനിക്കിവിടെ പിടിച്ചു നിൽക്കാനും കഴിഞ്ഞിട്ടുള്ളത്. മനസ്സിലെ ചുറുചുറുക്കുള്ള യുവത്വമാണ് വെട്ടൂർജിക്ക് ഈ നിലനിൽപ്പ് നൽകുന്നത്. ഞാൻ പോലും അറിയാതെ നമ്മെ വഞ്ചിച്ചുകൊണ്ട് കാലം ഇങ്ങനെ കടന്നു പോകുന്നു എന്ന് വിചാരിച്ച് ഈ പ്രായം അതിൻ്റേതായിട്ടുള്ള ആധിക്യം, അതിൻ്റേതായിട്ടുള്ള അസ്വസ്ഥത നമ്മളിലേക്ക് ഏൽപ്പിക്കാൻ കാലത്തിന് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
ഇത് എൻ്റെ ശാരീരികമായിട്ട് ചിലപ്പോൾ വന്നേക്കാം, പക്ഷെ മാനസികമായി ഒട്ടും തന്നെ. അതുകൊണ്ട് ഇന്നത്തെ യുവതലമുറ എന്ത് ആഗ്രഹിക്കുന്നുവോ, എന്ത് ചിന്തിക്കുന്നുവോ അവരുടെ മുന്നിൽ നിന്ന് ആ ആഗ്രഹങ്ങൾ നിറവേറ്റാനും ആ ചിന്തയോടൊപ്പം സഞ്ചരിക്കാനും എനിക്ക് കഴിയും. റേഡിയോയ്ക്ക് വേണ്ടി പരസ്യവാചകങ്ങളും നാടക, സീരിയൽ, സ്കിറ്റ്, സ്ക്രിപ്റ്റുകളും ഗാനങ്ങളടക്കം മറ്റു രചനകളും ശബ്ദം കൊണ്ട് മറ്റു നിരവധി വേഷങ്ങളിലും പുതിയ ജനകീയ വിഷയങ്ങളുടെ ചടുലതയിലും വെട്ടൂർജി സജീവമായി ഇപ്പോഴും ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കുഞ്ഞുപെണ്ണെ, ഞാൻ നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചിത്രങ്ങൾ ഓരോന്നിങ്ങനെ നോക്കുക. സ്റ്റുഡിയോയിലെ സകല റെക്കോർഡിംഗ് മേഖലകളിലും സംഗീതത്തിലായിരുന്നാലും വാർത്തയുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടികൾക്കാണെങ്കിലും നാടകമാണെങ്കിലും പരസ്യമാണെങ്കിലും വെട്ടൂർജിയുടെ ഇടപെടൽ പ്രതിദിനം നിർവഹിക്കപ്പെടുന്നു. ഞാനൊരു റേഡിയോ പ്രവർത്തകനാണ് എന്ന് പറയുമ്പോൾ ഞാനൊരു റേഡിയോ തൊഴിലാളി എന്നുള്ള നിലയിൽ ഞാൻ അംഗീകരിക്കുകയല്ല, റേഡിയോ പ്രവർത്തകനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഉള്ള കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ കൂടെ എന്നെ വിശ്വസിക്കുന്ന, നാളെയും എൻ്റെ റേഡിയോയുടെ ശബ്ദം കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു തൃപ്തി വരത്തക്ക നിലയിൽ, അവരെ സംതൃപ്തിപ്പെടുത്തത്തക്ക നിലയിൽ നാളെ ഞാൻ എന്താണ് ഇനി അവർക്ക് പകർന്നു കൊടുക്കേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള ചിന്തയാണ് എനിക്കിന്നും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം അപൂർവം ചില സമയങ്ങൾ മാത്രം ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുകയും ബാക്കി മുഴുക്കെ നമ്മുടെ ചിന്തകൾക്കും കാര്യങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഓരോ പരിപാടികൾ ആസൂത്രണം ചെയ്തെടുക്കുന്നത്. തന്നെ തേടി ലോക റെക്കോർഡ് ഇങ്ങനെ വരുന്നതൊന്നും ഗൗനിക്കാതെ സ്വീകരണ ചടങ്ങുകളിലും പുരസ്കാരങ്ങളിലും അനുമോദന യോഗങ്ങളിലും പ്രസംഗവേദികളിലും തീരെ ശ്രദ്ധ കൊടുക്കാതെ നാളത്തെ പരിപാടികൾ എങ്ങനെ റേഡിയോയ്ക്ക് വേണ്ടി മികച്ചതാക്കാമെന്ന ചിന്ത മാത്രമായി റേഡിയോ ഏഷ്യ 1269 AM റാസൽ ഹൈമ സ്റ്റുഡിയോയിൽ റേഡിയോ ശ്വസിച്ചും കഴിച്ചും റേഡിയോ തന്നെ കുടിച്ചും വെട്ടൂർജി ശ്രീധരൻ ജീവിക്കുകയാണ്.